ഇനി അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ്. പക്ഷേ ഈ ഇടയ്ക്കാണ് അത് അത്ര തേനുകൊണ്ടുള്ള പരിപാടി അല്ല എന്ന് മനസ്സിലായത്. ഇത്രയും നാളും ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് തേനുകൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇനി അതിനെക്കുറിച്ച് ലിബിൻ പറയുന്നതാണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലിബിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരും. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. കഴിഞ്ഞ യാത്രയിൽ ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകുന്നത്. നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് കുളിച്ചായിരുന്നു. അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി ഞങ്ങളൊന്ന് കുളിച്ചു. അപ്പോൾ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇതൊക്കെ വന്നു. നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല. അപ്പം അത് വെച്ച് ആള് ലിബിന് മെസ്സേജ് അയക്കി തുടങ്ങി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തേന വെച്ചുള്ള പരിപാടി ലിബിൻ പറയും. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 കൊല്ലം മുന്നേ അക്കൗണ്ടിൽ എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും സാധാരണ റീപ്ലേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മലേഷ്യയിൽ വണ്ടി കൊണ്ടുവന്നിട്ട് റീൽസ് ഇട്ടു. അപ്പോൾ ആ റീൽസിന്റെ ലിങ്ക് എനിക്ക് ഇട്ട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതാ പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താ സംഭവം എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു അന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ എന്നോട് പിന്നെയും പറഞ്ഞു ചേട്ടന്റെ ഫ്രണ്ട് ഭാഗം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്നെ സംഭവം എല്ലാ കാര്യം പൂർണ്ണമായിട്ട് പറയട്ടെ. അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടൻ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു, പിന്നെ ചേട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ സംഭവം ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാൻ തുടങ്ങി. അതായത് പിന്നെ ഷട്ടിയുടെ ബേസറിന്റെ അങ്ങനത്തെ കുറെ കാര്യം ഫോട്ടോ കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഇത് കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരയക്കുന്ന ഫോട്ടോയിൻ്റെ അകത്ത് മൊത്തം ബംഗാളി വീഡിയുടെ ഫോട്ടോ കാര്യം ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിരന്തരമായിട്ട് ലിബിൽ വരാൻ വേണ്ടി തുടങ്ങി. അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. മേഘന പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാ അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്നു തുടങ്ങി. തുണിയ സംഭവം ഇല്ലാത്തത് ബംഗാളികളുടെ മറ്റു സംഭവങ്ങൾ അയച്ചു. എന്നിട്ട് ഇതിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ രീതിയിൽ മനസ്സിലായത്. എന്നിട്ട് ഇവർ പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചാൽ ലാസ്റ്റ് ഒറ്റ ഫോൺ കോൾ വരിക. എന്നിട്ട് അതിനകത്ത് കാര്യം നമ്മുടെ തലയങ്ങനെ പെട്ടി പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കും കണ്ടുകൊണ്ട് നിങ്ങൾ അതിലൊന്നും വീഴരുത്. ഇത് സാമ്പത്തിക പരിപാടിയാണ്, അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ. എന്നിട്ട് ഇത് വെച്ച് ഞങ്ങൾ പോലീസിന്, അതായത് DGP SP ഞങ്ങളുടെ ടൗൺ സ്റ്റേഷൻ അവിടുത്തെ സ്റ്റേഷനിൽ എല്ലാവർക്കും പരാതി കൊടുത്തു. ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ആണുങ്ങളെ പരാതിക്കുക എത്ര പേര് എങ്ങനെ പറഞ്ഞു. അതായത് നമ്മളിപ്പം ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളിപ്പോൾ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. അതെടുക്കാൻ അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല. അതേ സമയത്ത് ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂല. അപ്പോൾ ഇവർക്ക് ഡാറ്റ കൊടുക്കൂലെന്ന് പറഞ്ഞു. ആകെ പോലീസുകാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട് ഒരു മെയിൽ ID കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലെന്നാണ്. അതും പിന്നെ പല റിയൽ നെറ്റ്വർക്ക് പല പബ്ലിക് ഇതിൻ്റെ അതൊക്കെയാണ് ഇത് ആണുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പേര് പറഞ്ഞു. നമുക്ക് വ്യക്തിയില്ലാത്ത നമ്മൾ പുറത്ത് വരുന്നത്. ഇനി ആർക്കെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആരെയാണെന്നുള്ളത് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ കേസ് കൊടുത്തതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങൾ കൊടുത്ത് പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല, നിങ്ങൾ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ് പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ തെണ്ടിപ്പോകും. അതുകൊണ്ടാണ് സംഭവം. പിന്നെ വേറെ കാര്യം ഉണ്ട്, ഭാവിയിൽ ഇവർ വല്ല അക്കൗണ്ട് മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്ക് പണി കിട്ടും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കും. ഒരാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. അതെ, ഇങ്ങനെ കാര്യം അർത്ഥം പറ്റുന്ന കൊടുക്കുക. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല ഒരു ബിസിനസ്സുകാരൻ ഇതേപോലെ 2.5 കോടിയാണ് അവർ തട്ടിയെടുത്ത്. ഇതേപോലെ ഈ തേനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊന്നും ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല. ഈ മാറിയ ലോകത്ത് ഇതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ സംഭവം അല്ല. അയച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അയച്ചു കൊടുത്തോളം പറയാം. പേടിക്കേണ്ട തെറ്റ് ചെയ്യാത്തവരെ ഇനിയിപ്പോൾ നിങ്ങൾ കാണിച്ച് പിന്നെ ഷോ പരിപാടി മണ്ഡലം കിടന്ന് ഡിസ്കോ കളിച്ച പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ അതിനാണ് പേടിക്കാനൊന്നുമില്ല. നമുക്ക് പേടിയില്ലെങ്കിൽ ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ കേസ് ഞങ്ങൾ നിരന്തരം മെസ്സേജ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ എനിക്ക് ഇത് ഫേക്കാന്ന് അറിയാൻ വേണ്ടി പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ചേട്ടന്റെ കളി കൊള്ളാം, സത്യമായിട്ട് പറഞ്ഞു ചേട്ടന്റെ കളി കൊള്ളാം, ചേട്ടനെ കണ്ട കരിമാടിക്കുട്ടിനെ പോലെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് കത്തി ഇതായത് ആരെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ അയക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവർ മെസ്സേജ് ഇപ്പോൾ ഞാൻ എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തത്. ഇനി അടുത്ത കേസ് പറയാം. ഒന്നേൽ ആരെങ്കിലും രസിക്കാൻ അല്ലെങ്കിൽ സാമ്പത്തിക ഇതിനു വേണ്ടി. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു. അപ്പം